അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാഹ്. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം ഇപ്പോഴുള്ളത് ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിൽ നാം ദുആഇരക്കുന്ന ഒരു ദുആ ഉണ്ട്. അത് റജബിലും ദ്വാരക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഷഅബാനും അങ്ങനെ തന്നെയാണ് ദ്വാരക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്നോട് ഇന്നാളെ ഒരാൾ പറഞ്ഞു, ഉസ്താദെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നൊരു ഉസ്താദ് ദ്വാരക്കുന്നതായി ഞാൻ കേട്ടു. ചില ആളുകൾ അങ്ങനെ ദ്വാരക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയാണ്, റജബ് മാസം കഴിഞ്ഞല്ലോ, റജബിൻ്റെ തിങ്കൾ കഴിഞ്ഞു, ഇത് ശഅബാനാണ്. ഷാബാൻ മാസത്തുമ്പോൾ പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷഅബാൻ അന്ന് ദ്വാരന്നാൽ മതിയല്ല, പിന്നെ എന്തിനാണ് ഒരു റജബ്? അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്കാലുള്ള വിഷയം തന്നെയാണ്. ഇവർക്ക് നമ്മളൊക്കെ ചിന്തിക്കാമല്ലേ, നേരന്നല്ലേ, റജബ് മാസം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷഅബാൻ ദ്വാരക്കാലോ എന്ന് നമ്മളും പറഞ്ഞു പോകും. പക്ഷേ നിയമം അങ്ങനെ ദ്വാരക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ ദ്വാരുന്നത് എങ്ങനെയാണ്? റസൂൽ ദ്വാരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ദ്വാരുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് എങ്ങനെ ദ്വാരുന്നോ അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ ബല്ലിഗ്നാ റമളാൻ. അപ്പോൾ ശഅബാൻ മാസത്തിൽ എത്തുമ്പോൾ അങ്ങനെ ദ്വാരന്നിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ ചില ആളുകൾ ശഅബാൻ മാസം എത്തുമ്പോൾ റജബ് ഒഴിവാക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമുക്ക് ഒരാൾ ഒഴിവാക്കുന്നുണ്ടോ, ഒരാൾ അത് കൂട്ടാണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് പറയുന്നുണ്ടോ, അതൊന്നും നമുക്ക് നോട്ടമില്ല. അത് ദ്വാരുന്ന അവർക്ക് എങ്ങനെയാണോ അതിൻ്റെ നിയമം എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദ്വാരുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് തന്നെയാണ് ദുആയിരുന്നത്. അപ്പോൾ ശഅബാൻ എത്തുമ്പോഴോ, അങ്ങനെ തന്നെയാണ്. കാരണം അന്നഹു കാന യഖൂലു ഇദാ റഅൽ ശഅബാൻ മാസത്തിൻ്റെ ഇലാല് കണ്ടപ്പോൾ, കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നിലാവ് കാണുമല്ലോ, റജബ് കഴിഞ്ഞാൽ ശഅബാൻ്റെ നിലാവ് കാണുന്ന സമയത്ത് ഇമാം ആലൂസിയുടെ കിതാബിലാണ് പറയുന്നത്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആയിരുന്നത് എങ്ങനെയാണ്? ഹിലാലിൽ കാണുമ്പോൾ പിന്നെ ശഅബാനിലേക്ക് എത്തിയാൽ പിന്നെ ശഅബാന്റെ ദുആ അല്ല വേണ്ടത്. അപ്പോൾ അവിടെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്നല്ല പറയേണ്ടത്. അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ കിതാബിൽ പറയാണ്, അവിടെ പറഞ്ഞത് കാന യഖൂലു ഇദാ റഅൽ ശഅബാന്റെ ഹിലാല് കണ്ടപ്പോൾ, ഹിലാല് പറഞ്ഞാൽ ആ നിലാവ് കാണുന്ന സമയത്ത് റസൂൽ എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അപ്പം എന്താ ചെയ്യുക? റസൂൽ അത് വരുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ എന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ റസൂൽ ദ്വാരക്കേണ്ട അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്നല്ലേ? അപ്പം അതിന് മുമ്പ് റജബ് കൂട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കത് വേണോ? റസൂലുള്ളാഹിയോട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ദ്വാരക്കണം, ഉള്ളതുപോലെ തന്നെ ദ്വാരക്കണം. റസൂലുള്ളാഹി ദ്വാരുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരാൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ ദ്വാരക്കുന്നുണ്ടെങ്കിലോ, അത് അയാളുടെ പ്രാർത്ഥനയാണ്, അയാൾ പ്രാർത്ഥിച്ച് എങ്ങനെയാണ് അയാൾക്കുള്ളതാണല്ലോ, നമുക്കത് നോക്കേണ്ടതില്ല. പക്ഷെ ദ്വാരക്കേണ്ടത് ആരോടും പറയേണ്ടത് ഇങ്ങനത്തെ റസൂൽ ദ്വാരുന്നത് ഇങ്ങനെയാണ്. മഹാനായ ഇബ്നുൽ അജ്റ റളിയല്ലാഹു അൻഹു ഇവിടെ ഇത്തിആഫ് എന്ന കിതാബിൽ പറയുന്നുണ്ട്, കാന യദ്ഹു ബിബുലൂഗി റമളാന വകാന ഇദാ ദഖല റജബിൻ വ ശഅബാൻ, റജബും ശഅബാനും വന്നു കഴിഞ്ഞാൽ, റജബിലും അതുപോലെ ശഅബാനിൽ കടന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ദുആഇരക്കുന്ന ദുആ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ ദുആഇരുന്നു. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഏതെങ്കിലും അഭിപ്രായത്തിൽ അങ്ങനെ ദുആഇരക്കുന്നുണ്ടെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ റജബ് ഒഴിവാക്കിയിട്ടായിട്ട് നമ്മളിതുവരെ കാണുന്നുമില്ല, പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് പറഞ്ഞു തരി. ശഅബാൻ മാത്രം പറയുക, റജബ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തെളിവോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇബ്നുൽ അജ്റ റളിയല്ലാഹു അൻഹുയുടെ ഇത്തിഹാഫിലും അതുപോലെ തന്നെ ഇമാം ആലൂസിയുടെ അവിടുത്തെ കിതാബിലും ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്, കാന യഖൂലു ഇദാ റഅൽ ശഅബാന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ. അതുപോലെ തന്നെ കിതാബിൽ കാന യദ്ഉ ബിബുലൂഗി റമളാൻ വകാന ഇദാ ദഖല റജബിൻ വ ശഅബാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ. അവിടെ അങ്ങനെ ദുആയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റജബ് മാസം കഴിഞ്ഞ് ശഅബാൻ എത്തുമ്പോൾ ഇത് ഒഴിവാക്കലില്ല, റസൂൽ അങ്ങനെ ഒഴിവാക്കിയിട്ട് ഇല്ല. അങ്ങനെയാണ് കിതാബുള്ളത്. അങ്ങനെ ഒഴിവാക്കുന്ന ആളുകളുണ്ടെങ്കിലോ അത് നമ്മൾ നോക്കേണ്ടതില്ല. റസൂലുള്ളാഹിയോട് ഫോളോ ചെയ്യുന്നുണ്ടോ, എന്നാൽ ഇങ്ങനെ തന്നെ ആയിരുന്നോ?
അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ ബല്ലഗനാ റമളാൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് റജബിലും ശഅബാനും നീ ബറക്കത്ത് നൽകണം അല്ലാ, ബറക്കത്ത് അല്ലാഹു തആല തരണം. എന്നിട്ട് നമുക്ക് എത്തിക്കണം, നമ്മളിലേക്ക് അതിലേക്ക് ആഗതമാക്കി തരണം. ബല്ലഗനാ റമളാൻ, റമളാനിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നത് മഹത്തായ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ തന്നതാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ദ്വാരക്കണം. അതാണ് അതിൻ്റെ അദബ്, അതാണ് അതിൻ്റെതായ അദബ്. അങ്ങനെയാണ് ദ്വാരക്കേണ്ടത്, അങ്ങനെയാണ്. അല്ലാണ്ട് ശഅബാൻ വന്നാൽ പിന്നെ റജബ് ഒഴിവാക്കുക, പിന്നെ ശഅബാൻ അങ്ങനെ റസൂൽ ദ്വാരന്നിട്ടുണ്ടെങ്കിൽ അത് പറയണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിലാൽ കാണുമ്പോൾ തന്നെ, അവിടെ കാണുമ്പോൾ തന്നെ ദ്വാരം എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ. ഹിലാൽ കാണുമ്പോൾ നമ്മളിപ്പോൾ റമളാനിൻ്റെ ശഅബാൻ കഴിഞ്ഞാൽ ഹിലാൽ റമളാനിൻ്റെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക? പിന്നെ റമളാനിൽ എത്തുമ്പോൾ അങ്ങോട്ടല്ലേ ദ്വാരക്കുക. അപ്പം ഇതിനെന്തുകൊണ്ട് അത് റസൂലുള്ളാഹി ഒഴിവാക്കിയിട്ടില്ല? അപ്പോൾ ഈ 2 മാസത്തിലും ഇങ്ങനെ തന്നെ അത് ആരക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ഈ വിഷയം ഒരുപാട് ആളുകൾ അശ്രദ്ധയാകുന്നുണ്ട്. എന്നോട് 2 എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം അത് ദുആരക്കണ്ട ശഅബാൻ മാത്രം പറഞ്ഞാൽ പോലെ റജബ് ഒഴിവാക്കിക്കൂടെ എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയം ഇപ്പോൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കൽ നല്ലതാണ്, പഠിക്കലും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. അതുകൊണ്ട് റസൂൽ ദുആ അല്ലാഹു ബാരിക് ലനാ ശഅബാൻ എത്തിയപ്പോഴും അല്ലാഹു ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ ബല്ലഗനാ അങ്ങനെ തന്നെ ദുആരക്കണം. അതുകൊണ്ട് റജബിനെ ഒഴിവാക്കാൻ പാടില്ല. കാരണം അത് റസൂലുള്ളാഹി അതോടുള്ളതാണെങ്കിൽ ദുആരക്കണം, അങ്ങനെ തന്നെ ദുആരക്കണം എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തി നിർത്തുന്ന. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. റമളാൻ മാസം 30 നോമ്പ് നോക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി വരുന്ന ശഅബാനിൻ്റെ ബറാത്തിൻ്റെ റാവ് ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇടും, അതിൽ കേൾക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഇട്ട് തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.